കരിപ്പൂർ വിമാനത്താവളത്തിലെ ടോൾ പാർക്കിങ്ങിനെ സംബന്ധിച്ച് തുടരെ പരാതികൾ ഉയരുകയാണ്. അത് ഒടുവിൽ ഉംറ തീർത്ഥാടകനെ മർദ്ദിച്ചതിൽ വരെ എത്തി നിൽക്കുകയാണ്. ടോൾ ബൂത്തിൽ സമയക്രമത്തിൽ കൃത്രിമം കാണിച്ചത് കണ്ടെത്താൻ കൊണ്ടോട്ടി MLAക്ക് തന്നെ ഒടുവിൽ രംഗത്തിറങ്ങേണ്ടി വന്നു. ഇത്രയൊക്കെ ആയിട്ടും എയർപോർട്ട് അതോറിറ്റിക്ക് ഇതെല്ലാം ചെറിയ നിസ്സാര പ്രശ്നങ്ങളായിട്ടേ തോന്നുന്നുള്ളൂ. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ ടോൾ സംവിധാനത്തെക്കുറിച്ച് കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ പരാതികൾ ഉയരുന്നുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം ഒരു യുവാവ് ഇവിടെ എത്തി ഒരു വീഡിയോ ചെയ്തു. അതിലൂടെ പുതിയൊരു വെട്ടിപ്പാണ് പുറത്തു വന്നത്. ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. പൈസ ഞാൻ തരൂല. ഇവര് ചെയ്യുന്നത് സോഫ്റ്റ്വെയറിൽ തട്ടിപ്പ് നടത്തിയിട്ടാണ് ഇവര് വലിയ രീതിയിൽ കൊള്ളലാഭം ഉണ്ടാക്കുന്നത്. അതായത് വിമാനത്താവളത്തിന്റെ അകത്തേക്ക് ഒരു വാഹനം കയറി പുറത്തേക്ക് ഇറങ്ങുന്നതുവരെ അനുവദിക്കപ്പെട്ടിരിക്കുന്ന സൗജന്യ സമയം 13 മിനിറ്റാണ്. അതിനുശേഷം പണം നൽകണം. ഈ വീഡിയോ വന്നതിന് പിന്നാലെ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി TV ഇബ്രാഹിം MLA തന്നെ MLA ബോർഡ് മറച്ചുവെച്ച് ഇവിടേക്ക് എത്തി. പിന്നീട് നടന്നത് clock का issue है sir, clock का issue. No, we have video. Your time is very different. No, sir. You purposefully and tremendously you changed the time. 6:39 ഇതിൻ്റെ അകത്ത് കയറുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ കുറച്ച് നിന്ന് എൻ്റെ വണ്ടിയുടെ ബോർഡ് മാറ്റി വെച്ചു. ഞാനാണ് ഈ ഹിന്ദിക്കാരായതുകൊണ്ട് എനിക്ക് അവർക്ക് എന്നെ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കയറി കുറച്ച് സമയം വൈകിച്ച് ഞാൻ 6:48 പുറത്തിറങ്ങി. 6:48 പുറത്ത് ഇറങ്ങുമ്പോൾ ഈ എക്സിറ്റ് ബൂത്തിൻ്റെ ആ ഭാഗത്ത് ഡിജിറ്റൽ ക്ലോക്ക് ഉണ്ട്. നല്ല ചുവപ്പ് ലെറ്ററിൽ വലിയ ഉഷാറാക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ എഴുതി വെച്ചത് 6:51.33 വിമാനങ്ങൾ ഒരുമിച്ചെത്തുന്ന പുലർച്ചകളിലും വൈകുന്നേരങ്ങളിലും വാഹനങ്ങളുടെ നീണ്ട നിരയായിരിക്കും. ഗതാഗതക്കുരുക്കിൽപ്പെട്ടാലും 13 മിനിറ്റ് കഴിഞ്ഞാൽ 40 രൂപ നൽകണം. കഴിഞ്ഞ എയർപോർട്ട് വികസന സമിതി യോഗത്തിൽ ET മുഹമ്മദ് ബഷീർ MP ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടാണ് സൗജന്യ സമയത്തിന്റെ ദൈർഘ്യം കൂട്ടിയത്. കൂടാതെ ടോൾ ബൂത്തുകൾ 5 എണ്ണമാക്കി ഉയർത്താനും തീരുമാനിച്ചു. 5 ടോൾ ബൂത്താക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവുമുണ്ട്. പക്ഷേ ഇതുവരെ ഒരു അനക്കവുമില്ല. ബോംബെ കമ്പനിക്കാണ് ടോൾ കരാർ. സമയത്തിലും പിരിക്കുന്ന തുകയിലും യാത്രക്കാർക്ക് ആശയക്കുഴപ്പം. സമയത്തിലെ കൃത്രിമത്തിൽ ഡിജിറ്റൽ ക്ലോക്കിൽ മാത്രമാണ് സമയം മാറിയതെന്നും കമ്പ്യൂട്ടറിൽ ശരിയായ സമയമെന്നുമാണ് എയർപോർട്ട് അതോറിറ്റിയുടെ വാദം. ജനങ്ങൾക്ക് ഈ മറുപടിയല്ല പക്ഷേ കേൾക്കേണ്ടത്. കരാറുകാരിൽ നിന്ന് മാന്യമായ പെരുമാറ്റവും കാര്യങ്ങളിൽ കൃത്യതയുമാണ്. ഞാൻ എൻ്റെ വീട് ഇവിടെ തന്നെ 1 കിലോമീറ്റർ അഡ്ജസ്റ്റിൻ്റെ മുന്നിലാണ് എൻ്റെ വീടുള്ളത്. അപ്പോൾ എനിക്ക് തന്നെ ഞാൻ ടാക്സിയിലാണ് ഓടുന്നത്. ടാക്സി എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ പോസ്റ്റ് ഓഫീസാണ്. ആ പോസ്റ്റ് ഓഫീസിലേക്ക് വരുന്നത് പോലും എനിക്കെന്തില്ല, ടൈം കൃത്യമായിട്ട് അതിന് ടൈം കാണണം. എല്ലാം എനിക്ക് ഏറാവുകയാണെങ്കിൽ അതിനുള്ള ഫീസ് എനിക്ക് കൊടുക്കേണ്ടി വരികയാണ്. തീർന്നില്ല. ഇതിനിടയിലാണ് ഗുണ്ടായിസ പരാതി. ഇതാ ഇന്നലെ ഉംറ തീർത്ഥാടകന് മർദ്ദനം. ഇവിടുത്തെ ടോൾ ബൂത്തിലെ കരാർ തൊഴിലാളികളാണ് പ്രതിസ്ഥാനത്ത്. 6 പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് റാഫിദിന്റെ മൊഴി. അതും ഇവിടുത്തെ സമയക്രമം ചോദ്യം ചെയ്തതിന്. എന്നെ ഷർട്ടിനെല്ലാം പിടിച്ച് അവരുടെ സൈഡിലേക്ക് തള്ളി. പിന്നെ 5 6 പേരുണ്ടായിരുന്നു. അവർ അറ്റാക്കിങ് തുടങ്ങി. കുറച്ച് ടൈം അറ്റാക്കിങ് ആയപ്പോൾ ബ്രദർ ഡ്രൈവർ സീറ്റിലായിരുന്നു. ആള് പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ ആളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മുമ്പിൽ കയറി നിന്ന്. അപ്പോൾ മെയിനായിട്ട് എനിക്കാണ് കിട്ടിയത്. എൻ്റെ നഖം ഇവിടെ പൊട്ടിയിരുന്നു. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ലൊരു പാടായിട്ടുണ്ട്. യാത്രക്കാരോടൊന്ന് സംസാരിക്കാൻ ഹിന്ദിയല്ലാതെ മറ്റൊരു ഭാഷ അറിയുന്ന ഒരാൾ പോലുമില്ല. കൊള്ളയാണ് ഈ നടക്കുന്നതെന്ന് എത്ര വട്ടം ആരോപണം ഉയർന്നു കഴിഞ്ഞു. ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ സമയത്ത് അംഗീകരിക്കുന്ന എയർപോർട്ട് അതോറിറ്റി പിന്നീട് ഇറക്കുന്ന വാർത്താക്കുറിപ്പിൽ അങ്ങ് നിഷേധിക്കും. എല്ലാ സപ്പോർട്ടും ഇവിടുത്തെ കരാർ കമ്പനികൾക്ക്. പ്രിയപ്പെട്ടവരെ യാത്രയാക്കാൻ കൂടെ കൂട്ടാൻ വരുന്ന സാധാരണ ഇവിടുത്തെ ജനങ്ങളെ ഇനിയും പരീക്ഷിക്കരുത്, ഇങ്ങനെ വേദനിപ്പിക്കരുത്. അർഷക്കിനൊപ്പം വിപിൻ C വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. ഇന്നലെ ആ ഉംറ തീർത്ഥാടകനെ അവിടെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ഒക്കെ ചെയ്തതാണ്. അതിൽ പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പരാതി എഴുതി നൽകാൻ പറഞ്ഞിരുന്നു. പരാതി എഴുതി നൽകിയിട്ടുണ്ടാകും. പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ നടപടിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ മാത്രമേ ഇത്തരം ഈ നിയമവിരുദ്ധ ഏർപ്പാടുകളിൽ ഒരു പരിഹാരം ഉണ്ടാകൂ എന്ന് വേണം കരുതാൻ. അല്ലാതെ എയർപോർട്ട് അതോറിറ്റി ഏതെങ്കിലും തരത്തിൽ അതിൽ ഇടപെടാൻ തയ്യാറാകുന്നില്ല എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്.